ഔട്ട്ഡോർ തുടങ്ങുവാണ്. ഇവിടുന്ന് ഞങ്ങൾ ഫെറിയിൽ ഷിപ്പ് കയറി ഞങ്ങൾ നൈനിമോ എത്തും. നൈനിമോന്ന് ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ കോട്ടിലേക്ക് പോകുന്നത്. ഇതാണ് ഇവിടെ യാത്ര ഇവിടുത്തെ മിനിമം സ്പീഡ് എന്ന് പറയുന്നത് ഇവിടെ 120 വണ്ടി കുറച്ച് മിനിമം സ്പീഡ് സൈഡ് നോക്കി ബീച്ചിലേക്കുള്ള വഴി രണ്ട് സൈഡും ഹിൽസ് ആണ്. ഈ ഏരിയ കാണാം. ഹൈ മൗണ്ടന്റെ മുകളിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ അത് ഏരിയ മുഴുവൻ കാണാം. ഈ ഏരിയ പ്രത്യേകിച്ച് ഒത്തിരി ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ എപ്പോഴും ചിലപ്പോൾ കാലാവസ്ഥ മാറും. ചിലപ്പോൾ മഴയായിരിക്കും, ചിലപ്പോൾ സ്നോ ആയിരിക്കും. അതുകൊണ്ട് എപ്പോഴും പ്രിപ്പയർ ആയിരിക്കണം ഈ ഏരിയയിൽ ഉണ്ടാകുന്ന ഇമ്മീഡിയറ്റ് ചേഞ്ചസ് നമ്മളെപ്പോഴും പ്രതീക്ഷിക്കണം. ഇപ്പോഴത്തെ കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ നല്ല സൺലൈറ്റ് ആണ്. ചിലപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം. ഇപ്പം നമ്മൾ ഹൈ ടോപ്പ് മൗണ്ടനിലേക്ക് പോവുകയാണ്. ഏറ്റവും പീക്ക് പോയിന്റിലേക്കാണ്. അപ്പൊ ഇവിടെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് റോഡിലെങ്ങും പാർക്ക് ചെയ്യാൻ ഒക്കത്തില്ല. ഷെയ്ഡ് ഇടണമെന്നുണ്ട്. ടയർ അതുപോലെ തന്നെ വിന്ററിന് റേറ്റ് ടയർ അല്ലെങ്കിൽ റോഡിൽ കൂടെ വണ്ടി ഓടിക്കാൻ അവർ അനുവദിക്കത്തില്ല. ഇപ്പോഴത്തെ വെതർ ഓക്കെ ആണെങ്കിലും ടോട്ടലി വിന്റർ സമയമാണ്. ഇപ്പോഴേ ഓഗസ്റ്റ് തൊട്ട് ഏപ്രിൽ ഒടുവിൽ വരെ ഈ ഏരിയയിൽ നിന്ന് മുമ്പോട്ട് വണ്ടി പോവുകയാണെങ്കിൽ ആ വണ്ടിയുടെ എല്ലാം ടയർ വിന്റർ റേറ്റഡ് ആയിരിക്കണം. ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ചെയിൻ വരികയുണ്ട്. ഇവർ വണ്ടി ലോറിയൊക്കെ വളരെ സ്ലോയിൽ ഇത്രയും ഹെവി ലോഡ് പോകുന്നതല്ലേ, അവർക്ക് ഇത്രയും പോകാൻ സ്പീഡ് വളരെ സ്ക്രോളിംഗ് സ്പീഡ് ഇങ്ങനെ പോയിട്ടിരിക്കുകയാണ്. അപ്പൊ നല്ല ഹൈറ്റിലാണ് നമ്മൾ പോകുന്നത്, ഇങ്ങനെ കയറി പോകുന്നത്. ഇടയ്ക്ക് ഞങ്ങളുടെ ട്രാവലിംഗ് ഇങ്ങനെ ഇന്ററപ്റ്റ് ചെയ്ത് റോഡിന്റെ ഒട്ടനമാന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വയർലെസ് മെസ്സേജ് വന്നു കഴിഞ്ഞാണ് ഇതിന്റെ റോഡ് റെഡിയായി ഞങ്ങൾ കൊണ്ടിരിക്കുകയാണ്. ഈ റോഡ് നല്ല സൺലൈറ്റ് ഉള്ള ഏരിയ വന്നപ്പോഴത്തെ അത് കഴിഞ്ഞ് വന്ന റോഡ് നോക്കി കംപ്ലീറ്റ് സ്നോ ആയി. മുഴുവൻ ഏരിയ മുഴുവൻ സ്നോയാ. അങ്ങനെ സ്നോ കഴിഞ്ഞ റോഡ് മുഴുവൻ നിറഞ്ഞിരിക്കുക. ഹില്ലൊക്കെ നോക്കി സൈഡ് നോക്കി. അപ്പം നല്ല റോഡിന്റെ വന്നു ഉടനെ തന്നെ റോഡ് കണ്ടീഷൻ ചേഞ്ച് ആയി. പോലെ 90 അവിടെ. ആണോ? പോലൊക്കെ വേണ്ട വീട്. ഞാൻ ഇത് ആക്കി ഫോർവീലാക്കി, ഓട്ടോമാറ്റിക് ഫോർവീലാക്കി. അല്ലെങ്കിൽ ടൂ വീല് ഇതിനകത്ത് പിടിക്കുന്നത് ഭയങ്കര സ്ലിപ്പറി, മുഴുവൻ സ്ലിപ്പറിയാണ്. എത്ര പെട്ടെന്നാ റോഡ് മാറിയത് അല്ലേ? അവിടെ നിന്ന് വന്ന് റോഡ് കണ്ടീഷൻ മാറി. ഇതാണ് കണ്ട റോഡ് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. നല്ല ക്ലിയർ റോഡേ വന്ന് റോഡ് പെട്ടെന്ന് മാറി.
ഈ മലയിറങ്ങി താഴോട്ട് നമ്മൾ പോവുകയാണ്. റോഡ് നോക്കിയേ, റോഡ് മുഴുവൻ സ്ലിപ്പറിയാണ്. ഒരു വിധത്തിലും വണ്ടി ഓടിക്കാൻ ഒക്കത്തില്ല. ഹില്ലിയും താഴോട്ട് പോവാണ്. റോഡ് മുഴുവനും കംപ്ലീറ്റ് സ്നോ കൊണ്ട് നിറഞ്ഞ്. എനിക്കൊന്ന് റോഡ് ക്ലീൻ ചെയ്യില്ലെന്ന് തോന്നുന്നല്ലേ. മുത്തങ്ങൾ കിടക്കുന്നില്ല, മൊത്തം നിറഞ്ഞു കിടക്കണം. പട്ടു പിടിച്ചിട്ട് നിൽക്കുന്നില്ല. ഇറക്കം ഇറങ്ങി താഴോട്ട് ഇറങ്ങി പോവാ. സ്ലോ ഡൗൺ, സ്ലോ ഡൗൺ. ഇത് ടണലിലേക്ക് കയറി 100 സ്പീഡ് കൊടുത്തിട്ടുണ്ട്. 100 ഓടിക്കാൻ സാധിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഇറങ്ങുവോ? കാണില്ലേ, താഴ്ചയായിട്ടാ പോണെ. കുറക്കെ സ്പീഡ് കുറക്കെ. പിന്നെ 90-ലാ പോണേ. കുറക്കാൻ പറയാം. 90-ലാ കണ്ടിരിച്ചു. ഈ 70 കിലോമീറ്റർ 70 കിലോമീറ്റർ കഴിഞ്ഞത്. ഞങ്ങളിപ്പോൾ ഇത് ഫെറി പോയിന്റ് ആണ്. എവിടെ നിന്നാണ് ഡൈനമൈക്ക് വന്ന ഫെറി ഇപ്പോഴാണ് കിട്ടുന്നത്. വണ്ടി എല്ലാവരുടെ ക്യൂ നിൽക്കുക വണ്ടി കയറ്റാനുള്ളത്. എൻ്റെ വണ്ടി ഇവിടെ നിൽക്കുന്നു. അപ്പം ഇതെല്ലാം ഓരോരോ ഐലൻഡുകളാണ്.
അപ്പോൾ ഈ ഷിപ്പിൽ ഏകദേശം ഒരു 2 അവർ യാത്രയുണ്ട് കടലിൽ കൂടെ തന്നെ. ഈ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ നൈനിമോൾ ഇറങ്ങി. അവിടെ കാറെല്ലാം ഇറങ്ങിയിട്ട് ഞങ്ങൾ അവിടുന്ന് ഡ്രൈവ് ചെയ്താണ് പോകുന്നത്. അപ്പം അത് ഷിപ്പിൻ്റെ ബേ ആണ്. ഇത് പല ഷിപ്പ് കണ്ട് അവിടെ ഞങ്ങൾ കയറാൻ പോകുന്ന ഷിപ്പ് അതാണ്. പിന്നെ ഇവിടെ ഇത് മെയിൻ ലാൻഡാണ്. മെയിൻ ലാൻഡ് സിറ്റിയാണ്. വാൻകൂവർ സിറ്റിയിൽ നിന്നാണ് ഞങ്ങൾ ഐലൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഈ യാത്രയെ പറ്റി ഞങ്ങൾ ഇതിൽ ഷിപ്പിൽ കയറി കഴിഞ്ഞ് ഓരോ വണ്ടികളിലേക്ക് വീണ്ടും മുഴുവൻ ലൈൻ കണ്ടില്ലേ, മുഴുവൻ വണ്ടികൾ ഇതൊക്കെ കയറിയിട്ടാണ്. ഇത് ഷിപ്പാണ്. ബർത്ത് അപ്പർ ബർത്തില്ല, അപ്പർ ബർത്തിൽ 3ാമത്തെ ഡെക്കിലാണ് ഈ വണ്ടി കയറുന്നത്. ഇത് 3, 4, 5, 6 ഡെക്കുണ്ട് ഇതല്ലേ. പിന്നെ പാസഞ്ചേഴ്സ് ഇരിക്കാനുള്ളതായ റിഫ്രഷ്മെൻറ്റും ഒക്കെ ഉള്ള ഒരു വലിയ ഹാളുണ്ട്. അവിടെ ഇരിക്കാൻ സാധിക്കും. എല്ലാവർക്കും സന്തോഷമായിട്ട് വളരെ എൻജോയ്മെൻ്റ് ആണ്. ഇത് സ്ഥലത്തിന് നൈനിമോ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവിടെ വെച്ചിട്ടുള്ളതാണ് ആ ഷിപ്പ്. ഈ കാണുന്നതാണ് ഷിപ്പ്. ഇത് ടെർമിനലാണ്. ഇതിലേക്കാണ് വണ്ടി ലോഡ് ചെയ്യുന്നത്. എടുത്തോട്ടെ, അത് എന്താക്കണ്ട, ഇരിക്കട്ടെ. ഓഫ് ചെയ്തു അല്ലേ. ഇവിടുത്തെ പുറത്തെ വ്യൂ ആണ് കാണുന്നത്. ഇത് പല ഐലൻഡുകളിലേക്കാണ് പോകുന്നത്. ഈ ഹിൽസ് ഏരിയ, ഇത് കടലിലാണ് ഈ കാണുന്ന ഹിൽസും ഈ കാണുന്ന ഞങ്ങളുടെ ഡെക്കാണിത്. ഇത് ടെർമിനലാണ്. ടെർമിനലിലെ ഓരോ പാർക്കിംഗ് ഏരിയ ഒക്കെ കാണുന്നത്. ഇത് ടോപ്പ് ഡെക്കിൽ നിന്നാണ് ഞാൻ ഈ ഫോട്ടോ എടുക്കുന്നത്. ഇവിടെ നിന്നുമൊക്കെ ഈ കടലിൽ കൂടെ ഒരു 2 മണിക്കൂർ യാത്രയാണ്. ഞങ്ങൾ നൈനിമോ ഐലൻഡിലേക്കാണ് പോകുന്നത്. ഇത് ടെർമിനലാണ്. ഞങ്ങൾ പോകുന്ന ഷിപ്പാണ്. ഇതിലാണ് പോകുന്ന ഷിപ്പാണിത്. ഇത് ഏറ്റവും ടോപ്പ് ഡെക്കാണ് ഈ ഷിപ്പിൻ്റെ. ആൾക്കാർക്ക് എൻജോയ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യം. ഇങ്ങനെ 2 ഡെക്ക് ആൾക്കാർ ഇരിപ്പുണ്ട്. താഴത്തെ ഒരു ഡെക്കിലും ഇത് ഡെക്കിലും. പിന്നെ മോളോഷാണ് ഏറ്റവും ടോപ്പ് ഡെക്ക്. വേറെ ഷിപ്പ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടേത് മൂവ് ചെയ്ത് കഴിഞ്ഞ് യാത്രയിലാണ്. ഞങ്ങൾ ഒരു ഐലൻഡിലേക്ക് വന്ന പല ഐലൻഡിലേക്കുള്ള ഇതുപോലെ ഷിപ്പുകൾ വരുന്നുണ്ട് ഇവിടെ ഈ ടെർമിനലിൽ. ഓരോ ഐലൻഡിലേക്കും ഓരോ ഷിപ്പാണ് പോകുന്നത്. അത് ഓരോ ടൈമിങ്ങിലാണ്. ഇപ്പം കടലിലുള്ള ഓരോ വ്യൂ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് പല ഐലൻഡുകളുണ്ട്. ഇതേ വണ്ടി ഇതിനകത്ത് കിടക്കുന്നു. എല്ലാം വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുകയാണ്. വഴി അവിടെയുണ്ട്. അടിച്ചാ പോരെ. എടുക്കട്ടോ, എടുത്തോ, പൊക്കോട്ടെ. പൊക്കോട്ടെ.